വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിലുള്ള പൂക്കളെ കുഴിച്ചാണ്. നമ്മളിത് ഈ റോസാപ്പൂവാണ്, ചുഴികത്തിൻ്റെ പൂവാണ്. നല്ല മണമൊക്കെ ഉണ്ട്. എന്താ നമ്മളിന്ന് പോകാൻ പോകുന്നത് 10 മണി പൂവാണ്. ഇത് ബട്ടർഫ്ലൈ പൂവാണ്. നമ്മൾ തെച്ചിപ്പൂവാണ്. മല്ലികപ്പൂവ് ഉണ്ടായിട്ടില്ല. ഇത് നമ്മള് ഒരു വെറൈറ്റി പൂവാണ് കേട്ടോ. ഇതൊക്കെ വെറൈറ്റി പൂവാണ്. നമ്മള് വെറൈറ്റി ഒക്കെ പൂവാണ്. ഇത് നമ്മളെ റോസാപ്പൂവിൻ്റെ തൈയാണ്. നമ്മുടെ ചെമ്പരത്തി പൂവാണ് കേട്ടോ. അന്നത്തെ തോണിയാണ്. മഴ കാരണം വെള്ളം ഉണ്ട്. കണ്ടു നമ്മൾ ഇന്നിവിടെ ഇതൊരു റോസാപ്പൂവാണ്. വാടി നിൽക്കാണ്. ഇത് മല്ലികപ്പൂവാണ്. ഓറഞ്ച് മല്ലികപ്പൂവ്. നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരാം. ഞങ്ങൾ പേരൻ്റെ മുകളിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയും പൂവ് ഇട്ടിട്ടുണ്ട്. അത് ഉണ്ടായിട്ടില്ല, കാണിച്ചില്ല. കുറേ അതാ നോക്കുക, അവിടെയാണ് ഞങ്ങൾ പേരൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നത്. നമ്മുടെ കച്ചായവാഴ ചെടി കാണില്ലേ? കച്ചാവാഴ ചെടിയാണ് കാണുന്നത്. ഇത് നമ്മൾ കച്ചാവാഴ ചെടിയാണ്. ഇതൊക്കെ വെറൈറ്റി പൂവാണ്. മഞ്ഞമല്ലികയാണ് കാണുന്നതൊക്കെ. മഞ്ഞമല്ലിക 2 ആഴ്ചയൊക്കെ ഉണ്ട്. ഇത് വെറൈറ്റി വെള്ളയും റോസുമുള്ള വെറൈറ്റി പൂവാണ്. നമ്മുടെ മല്ലികയാണ്. മല്ലികക്ക് പൂവ് ഇട്ടിട്ടില്ല കേട്ടോ. വെറൈറ്റി 10 മണി പൂവാണ്. 10 മണി പൂവ് ഉണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച തോണി ഇപ്പോൾ ഈ അവസ്ഥയിലായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തൊട്ടവട്ട് എല്ലാവരും നിൽക്കുക. ബൈ ബൈ.